അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ വെടിവയ്പ് നടന്നു. 2 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. റോഡ് ഐലൻഡിലെ സർവകലാശാല ക്യാമ്പസിൽ പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടാണ് വെടിവയ്പുണ്ടായത്. കറുത്ത വസ്ത്രം ധരിച്ചയാൾ നടത്തിയ വെടിവയ്പിലാണ് 2 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്നാണ് അധികൃതർ പറയുന്നത്. വെടിവയ്പിന് ശേഷം മണിക്കൂറുകളോളം അക്കാദമിക് കെട്ടിടങ്ങൾ, പിൻമുറ്റങ്ങൾ, പൂമുഖങ്ങൾ എന്നിവയിലുടനീളം പോലീസ് പരിശോധന നടത്തി. ആക്രമണം നടന്ന എഞ്ചിനീയറിംഗ് കെട്ടിടത്തിൽ നിന്ന് അവസാനമായി പുറത്തിറങ്ങിയത് ഇരുണ്ട വസ്ത്രം ധരിച്ച ഒരു പുരുഷനാണെന്നും ഇയാളാണ് സംശയിക്കപ്പെടുന്നയാളുമാണെന്നാണ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് പോലീസ് തിമോത്തി ഒഹാര പറഞ്ഞത്. വെടിവയ്പ് നടത്തിയയാൾ ഒരു കൈത്തോക്കാണ് ഉപയോഗിച്ചതെന്നാണ് അധികൃതർ വിശ്വസിക്കുന്നത്. വൈകിട്ട് 4:15ഓടെയാണ് സർവകലാശാല അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചത്. എല്ലാവരും സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരാനും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ സൈലന്റായി സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ടായി. സംഭവത്തിൽ FBI ഉൾപ്പെടെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അക്രമിയെ കസ്റ്റഡിയിലെടുത്തെന്ന് അദ്ദേഹവും ആദ്യം അവകാശപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് പ്രസ്താവന തിരുത്തിയെന്നും അക്രമി കസ്റ്റഡിയിലില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.